ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ കുസാറ്റിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. എല്ലാവരെയൊക്കെ ചെക്ക് ചെയ്ത് കാണും. പക്ഷേ ഓൾമോസ്റ്റ് കൂടുതൽ പേർക്ക് നിരാശയായിരിക്കും. അലോട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് സെയിം ആസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ. വെയിറ്റിംഗ് ലിസ്റ്റ് പോലും ഒരു 20ൻ്റെയോ 30ൻ്റെയോ ഒക്കെ ഡിഫറൻസ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെയും വന്നിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് ആരും വലുതായിട്ട് പ്രതീക്ഷിച്ചിരിക്കേണ്ട, കാരണം കീം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി തേർഡ് അലോട്ട്മെന്റിലൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്ക് തേർഡ് അലോട്ട്മെന്റിന് മുന്നേ കീമിന്റെ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നല്ല റാങ്ക് കുസാറ്റിൽ പുഷ് ചെയ്യും. ഇല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് ഇതേ സെയിം ട്രെൻഡിൽ പോകും. പിന്നെ റിയൽ ടൈമിലോ സ്പോട്ടിലോ ഒക്കെ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത അലോട്ട്മെന്റ് കഴിഞ്ഞുള്ള പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. അലോട്ട്മെന്റ് കിട്ടിയൊരു പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയ ഒരാൾക്ക് സെക്കൻഡ് ഇപ്പൊ ഓൾ ഇന്ത്യയിലാണ് കിട്ടിയതെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എത്ര 55K മറ്റുമാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങളൊരു 33 ഒക്കെ അടച്ച് കാണും. അതിന്റെ ബാലൻസ് എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ പേ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സീറ്റ് അവിടെ സെക്യൂർ ആവത്തുള്ളൂ. അല്ലെങ്കിൽ സീറ്റ് ക്യാൻസൽ ആയി പോകുന്നതാണ്. സോ ഫീ പേ ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ലാസ്റ്റ് റാങ്ക് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ വെച്ചേക്കാം. സെക്കൻഡ് അലോട്ട്മെന്റിൽ കുസാറ്റിൽ കട്ടായിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് വലിയൊരു റാങ്കിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റിൽ കാര്യമായ ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. ഒരു 20-30 ഒക്കെ മാക്സിമം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ടെൻഷനൊക്കെ ആവുന്നുണ്ടായിരിക്കും. സോ വലുതായിട്ടാരും പേടിക്കണ്ട. കീം വന്നാൽ നല്ലൊരു പുഷ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം വെച്ചാൽ കീം ഉണ്ട്, VIT ഉണ്ട്, മണിപ്പാലിന്റെ എൻട്രൻസ് ഉണ്ട്, ഐസർ ഉണ്ട്, നൈസർ ഉണ്ട്, CUET ഉണ്ട്. ഇതെല്ലാ എൻട്രൻസിനുള്ള കുട്ടികളും കുസാറ്റിൽ സീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കും ഒരു സേഫ്റ്റിക്ക്. ഫീസ് അടച്ചാലും ഫീ ഒന്നും പറ്റുന്നില്ലല്ലോ, റീഫണ്ടബിൾ അല്ലേ. സോ എല്ലാവരും ഇത് സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കും. സോ അവരൊക്കെ അവരുടേതായ അലോട്ട്മെന്റിൽ കിട്ടുമ്പോഴത്തേക്ക് ഇത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇവിടെ അപ്പോൾ എല്ലാം വേക്കൻ്റ് ആവും. കൂടുതലും കീമിലുള്ള കുട്ടികളായിരിക്കും ഒരു സേഫ്റ്റിക്ക് കുസാറ്റിൽ സീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക. കീം അലോട്ട്മെന്റ് നടക്കുമ്പോഴത്തേക്ക് ഇതേപോലെ സീറ്റ് വേക്കൻ്റ് ആയി വന്നുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് ഒരു തേർഡ് കഴിഞ്ഞൊരു റിയൽ ടൈമിലൊക്കെ ആയിരിക്കും മേ ബി കൂടുതൽ സീറ്റ് വേക്കൻസി വരാൻ സാധ്യത. സോ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കോഴ്സിനൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. സോ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സും നിങ്ങളുടെ എന്ത് കൺസേൺ ആണെങ്കിലും കമന്റ് ബോക്സ് ഇട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തന്നിരിക്കും. അപ്ഡേറ്റ്സും എല്ലാം അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞാൻ ഇത് കഴിഞ്ഞ് ഇതിൽ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.